Hello, good morning. Welcome back to തേർഡിന്റെ സയൻസ് അല്ലെ. തേർഡിന്റെ സയൻസിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. തേർഡിന്റെ സയൻസിലെ തേർഡ് ചാപ്റ്റർ ആണിത്. റോക്സ് ആൻഡ് സോയിൽ. റോക്സ് ആൻഡ് സോയിൽ എന്നാണ് നമ്മുടെ പുതിയ ചാപ്റ്ററിന്റെ പേര്. കിരി, ലുക്ക് അറ്റ് ദ ബിൽഡിംഗ്, സോ വൈറ്റ് ഇറ്റ് ഈസ്. എന്താണ് കിറ്റി? അതിലോട്ട് നോക്കൂ, ആ ബിൽഡിങ്ങിലോട്ട് നോക്കൂ, എത്ര വെളുവിളെന്നുള്ളതാണ് അല്ലെ, ഭയങ്കര വെളുത്തതാണെന്ന്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വൈറ്റ് റോക്ക് കോൾഡ് മാർബിൾ. അത് വെളുത്ത പാറകൾ കൊണ്ടുണ്ടാക്കിയതാണ്, വെള്ള പാറകഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്, എണ്ണക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. അതിന് എന്ത് വിളിക്കും? മാർബിൾസ് എന്ന് വിളിക്കും. We will learn here rocks are found everywhere. പാറകൾ അല്ലെങ്കിൽ കല്ലുകൾ എന്ന് പറയുന്നത് എല്ലായിടത്തും അവൈലബിൾ ആണ്. വാട്ട് റോക്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ്, എങ്ങനെയാണ് റോക്സ്, എന്തുകൊണ്ടാണ് റോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ, ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് ഈസ് ദ ക്രസ്റ്റ്. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും പുറംഭാഗമുള്ള ഭാഗത്തെ എന്താണ് വിളിക്കുക? ഇതാണ് ഭൂമി എന്ന് ഇരിക്കട്ടെ. ഈ ഭൂമിയുടെ ഈ പുറം ഭാഗത്തെ എന്താണ് പറയുക എന്നറിയാമോ? ദിസ് ഈസ് ക്രസ്റ്റ്. ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് crust. It is made up of rocks and soil. ഇത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് റോക്സും സോയിലും ഉപയോഗിച്ചാണ്. ഇത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? റോക്സും സോയിലും ഉപയോഗിച്ചാണ്. Rocks are found under the soil. ഈ സോയിലിന്റെ അടിയിലാണ് എന്തുണ്ടാവുക? റോക്സ് ഉണ്ടാവുക. On river beds and sea beds. അതും റിവർ ബേർഡ്സിലും നദിക്കരകളിലും കടൽക്കരകളിലും ഒക്കെയാണ് എന്ത് കാണുക? നദീതീരത്തും കടൽ തീരത്തും ഒക്കെയാണ് ഈ പറയുന്ന സോയിലിന്റെ അടിയിലുള്ള റോക്സ് കാണപ്പെടുന്നത്. There are different kinds of rocks. അതിൽ തന്നെ ഒരുപാട് kinds of rocks അവൈലബിൾ ആണ്. ഒരുപാട് kinds of rocks, പലതരം റോക്സ് ഉണ്ട്. They are of various shapes and size. അതും വേരിയസ് ഷേപ്സിലും സൈസിലും ഉണ്ട്. ഓക്കെ, ഷേപ്പ് പറയുന്നുണ്ട്, സൈസസ് പറയുന്നുണ്ട്. ദേ ആർ ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. അതുപോലെ കളേഴ്സും ഡിഫറെന്റ് ആയിട്ടുള്ളതുണ്ട്. സം റോക്സ് ആർ ഹാർഡ്. ചില റോക്സ് ഭയങ്കര ഹാർഡാണ്. ഡയമണ്ട് ഈസ് ദ ഹാർഡസ്റ്റ് റോക്ക്. ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള റോക്ക് ഏതാണ്? ഡയമണ്ട് ആണ്. ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള റോക്ക് ഡയമണ്ട് ആണ്. സാൻഡ് സ്റ്റോൺ ആൻഡ് ഗ്രാനൈറ്റ് ആർ ഓൾസോ ഹാർഡ് റോക്സ് യൂസ്ഡ് ഇൻ ബിൽഡിങ്സ്. സാൻഡ് സ്റ്റോൺ ഇല്ലേ, നമ്മുടെ സാൻഡ് സ്റ്റോണും ഗ്രാനൈറ്റും എന്താണ്? വളരെ ഹാർഡായിട്ടുള്ള റോക്സ് ആണ്. അത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഹാർഡായിട്ടുള്ള റോക്കാണ് സാൻഡ് സ്റ്റോണും ഗ്രാനൈറ്റും. ഓക്കെ, മാർബിൾ ഈസ് എ ഹാർഡ് വൈറ്റ് റോക്ക്. മാർബിൾ എന്ന് പറയുന്നത് ഒരു ഹാർഡ് ആയിട്ടുള്ള വൈറ്റ് റോക്ക് ആണ്. നമ്മൾ കണ്ടില്ലേ മാർബിൾസ് ഒക്കെ വീട്ടിലൊക്കെ ഉപയോഗിക്കാറുള്ള, പണി കഴിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാറുള്ള മാർബിൾസ്. ആ മാർബിൾസ് എങ്ങനെയുള്ളതാണ്? ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു റോക്കാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് സ്റ്റാച്യൂസ്. അത് ശിലയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും, സ്റ്റാച്യു ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. താജ്മഹൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മാർബിൾസ്. താജ്മഹൽ മുഴുവനായും പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ വൈറ്റ് റോക്സ് ഉപയോഗിച്ചാണ്, മാർബിൾസ് ഉപയോഗിച്ചാണ്. ചോക്ക് ഈസ് എ സോഫ്റ്റ് റോക്ക്. ചോക്ക് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയ ഒരു തരം റോക്കാണ്. വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഓൺ ബ്ലാക്ക് ബോർഡ്സ്. നമ്മുടെ ബ്ലാക്ക് ബോർഡിലൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന ചോക്ക് ഉണ്ടല്ലോ, അതൊരു ടൈപ്പ് ഓഫ് എന്താണ്? റോക്ക് തന്നെയാണ്. ബ്ലാക്ക് ബോർഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്ലേറ്റ്. ബ്ലാക്ക് ബോർഡ് ഉണ്ടാക്കപ്പെടുന്നത് സ്ലേറ്റ് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഹാർഡ് റോക്ക്. ബ്ലാക്ക് ബോർഡ് ഉണ്ടാക്കുന്നതും സ്ലേറ്റ് ഉപയോഗിച്ചാണ്. ആ സ്ലേറ്റ് എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ഹാർഡ് റോക്ക് ആണ്. All rocks are made up of minerals. എല്ലാ പാറകളും അല്ലെങ്കിൽ റോക്സും ഉണ്ടാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മിനറൽസ് ഉപയോഗിച്ചാണ്. പലതരം മിനറൽസ് ആണ് ഉണ്ടാവുന്നത്. ഡയമണ്ട് ഈസ് ദ ഹാർഡസ്റ്റ് മിനറൽ നൗൺ. ഡയമണ്ട് ആണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയ മിനറൽ ആയിട്ട് അറിയപ്പെടുന്നത്. വി യൂസ് ഡയമണ്ട് നോട്ട് ഓൺലി ഇൻ ജ്വല്ലറി ബട്ട് ഓൾസോ ടു കട്ട് ഗ്ലാസസ്. ഗ്ലാസ് മുറിക്കാനും എന്താണ് ഉപയോഗിക്കുന്നത്? ഡയമണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ജ്വല്ലറി ആയിട്ട് മാത്രമല്ല, ഗ്ലാസ് മുറിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ജ്വല്ലറി ആണ്, ഡയമണ്ട് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ടാൽക്ക് ഈസ് ദ സോഫ്റ്റസ്റ്റ് മിനറൽ നൗൺ. ടാൽക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും സോഫ്റ്റ് ആയ മിനറൽ. ടാൽക്ക് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പൗഡർ ഇല്ലേ, അത് ടാൽക്ക് ആണ്. ഓക്കെ, ഏത് പൗഡർ ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ അലർജിക്ക് ഉള്ളതായാലും സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള മണമുള്ള പൗഡർ ആയാലും ഇല്ല ചൂടുകാലത്ത് ഉപയോഗിക്കുന്ന പൗഡർ ആയാലും ഒക്കെ എന്താണത്? ടാൽക്കാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മിനറലാണ് ടാൽക്ക് എന്ന് പറയുന്നത്. ടാൽക്കം പൗഡർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പൗഡേർഡ് ടാൽക്ക്. അതായത് ടാൽക്കം പൗഡർ എന്ന് പറയുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പൗഡേഴ്സ്. ടാൽക്കം പൗഡർ എന്ന് പറയുന്നത് ഈ ടാൽക്കിനെ പൗഡർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സം റോക്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ മിനറൽ. ചില റോക്സ് ഒരു ടൈപ്പ് ഓഫ് മിനറൽ ഉപയോഗിച്ച് മാത്രമാണ് ഉണ്ടാക്കപ്പെടുന്നത്. അതേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ മിനറൽസ്. ചിലത് മറ്റു കുറെ ഉണ്ടാക്കുന്നത് ഒരുപാട് മിനറൽസ് ചേർന്ന് ഉണ്ടാകുന്ന പാറകളും ഉണ്ട്.
they may be of different colors. ചിലപ്പോൾ അതെന്തായിരിക്കാം പലതരം ചേർന്നുണ്ടാവുന്നത് കൊണ്ട് തന്നെ, പലതരം മിനറൽസ് ചേർന്നുണ്ടാവുന്നത് കൊണ്ട് തന്നെ പല കളറുകളിലായിരിക്കാം പല പാറകൾ. പറഞ്ഞില്ലേ മാർബിൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? അപ്പോൾ ചിലതൊക്കെ ഒരേ ടൈപ്പ് ഓഫ് മിനറൽ ഉപയോഗിച്ചുണ്ടാക്കിയ പാറകളായിരിക്കും, ചിലത് പലതരം മിനറൽ ഉപയോഗിച്ചുണ്ടാക്കിയതായിരിക്കും. അതിനനുസരിച്ച് അതിന്റെ കളേഴ്സിലും പലതരം കളറുകൾ വരാറുണ്ട്. കോൾ, ഗ്രാഫൈറ്റ്, മൈക്ക ആൻഡ് quartz are other useful minerals. Quartzum, graphiteum, കോളും ഒക്കെ എന്താണ്? other useful minerals ആണ്. The rocks when get heated by the sun and cooled by the rain break into small pieces. എന്താണ് ഈ പാറകൾ ഉണ്ടല്ലോ, സണ്ണിന്റെ ചൂട് തട്ടി ഹീറ്റ് ആവുകയും പിന്നീട് മഴയിൽ തണുത്തിട്ട് എന്താവാണ്? ബ്രേക്ക് ഇൻ ടു സ്മോൾ പീസസ്, ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറുകയും ചെയ്യുന്നു. Strong winds and running water break these rocks into smaller pieces. വളരെ നല്ല ശക്തിയായ കാറ്റും ഒഴുകുന്ന വെള്ളവും ഒക്കെയാണ് ഇതിനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റുന്നത്. When these small pieces are carried around by wind and water, they rub against each other till they finally become tiny particles of soil. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായവ കാറ്റിലും വെള്ളത്തിലൂടെയും ഒക്കെ ഒലിച്ചു പോവുകയും പറന്നു പോവുകയും ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് പരസ്പരം വെള്ളത്തിലും കാറ്റിലും തട്ടി ഇതെന്താണ്? ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയി മാറാണ്, ടൈനി പാർട്ടിക്കിൾസ് ആയി മാറുകയും അത് മണ്ണായി മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു, സോയിലിന്റെ ഭാഗങ്ങളായി മാറുകയും ചെയ്യുന്നു. സോയിൽ ഈസ് ഓഫ് ഡിഫറെന്റ് കളർ. സോയില് പലതരം കളറിലുണ്ട്, സൈസും വേറെയുണ്ട്, ടൈപ്പും വേറെയുണ്ട് അല്ലെ. സോയിൽ ഈസ് ഓഫ് ഡിഫറെന്റ് കളർ, സൈസ് ആൻഡ് ടൈപ്പ്. Different types of soil are gravel, clay, sand, loam and humus. Different types of soil എടുത്താൽ ഏതൊക്കെയാണ്? gravel, sand, clay, loam, humus, ഇങ്ങനെയൊക്കെ വേറെ വേറെ ഉണ്ട്. ക്ലേ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ചളി പോലെയുള്ളത് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ല, ചട്ടിയൊക്കെ ഉണ്ടാക്കാൻ, ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കില്ല അത്. സാൻഡ് വന്നിട്ട് പൂഴി, മണ്ണ് പോലെയുള്ളത്, ഓക്കെ, മണലാണത്. പിന്നെ ഗ്രേവൽ, കല്ലൊക്കെ നിറഞ്ഞത്, അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ചാപ്റ്റർ എന്ത് ചെയ്യണം? നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുമല്ലോ. ബൈ ബൈ.